ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എങ്ങനെയാണ് കേരളത്തിൽ ഇത്രത്തോളം വരുന്ന ഒരു ക്രൗഡ് പുള്ളറായി മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ചില സംശയങ്ങൾ വീഡിയോകളായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകളായി പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളല്ല, വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാളല്ല. പക്ഷേ ചില റീലുകളിലൂടെയും ചില ഷോർട്സുകളിലൂടെയും ഒക്കെ അദ്ദേഹം ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കൂട്ടത്തിൽ ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പാലക്കാട് MLA ആയിരിക്കുമ്പോൾ തന്നെ വടകരയിൽ മത്സരിക്കാൻ പോവുകയാണ്. പക്ഷേ മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ ആളുകളൊക്കെ വന്ന് കരയുന്ന വലിയ ദൃശ്യങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വടകരയിൽ പോയിട്ട് തിരിച്ചു കൊണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഷാഫി പണ്ടൊക്കെ ആളുകൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് മലക്കൊക്കെ പോകുമ്പോഴാണ്. കാരണം മലക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വല്ല പുലി പിടിച്ചൊക്കെ ആളുകൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ കാട്ടിലകപ്പെട്ടാലോ എന്നൊക്കെ വിരിച്ചാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അത്തരത്തിലുള്ള ഒരു കരച്ചിൽ കാണുന്നത് ഷാഫി പറമ്പിൽ പോകുമ്പോഴാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ വന്ന് ഷാഫിയോട് കരയുന്നു, പോകല്ലേ ഷാഫി പോകല്ലേ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഒരു പ്രകടനം കണ്ടു. കാരണം വടകരയിൽ എത്തുമ്പോൾ നിരവധി ആളുകൾ ഷാഫിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഷാഫിയെ വെയിറ്റ് ചെയ്തിൽ നിന്നൊക്കെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളാണ്. കൂടാതെ വടകരയിൽ അതെല്ലാം തന്നെ കൃത്യമായി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഷാഫിയുടെ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഷാഫി എങ്ങനെയാണ് ആളുകളെ കൂടെ ചേർക്കുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും ക്രൗഡ് പുള്ളറായി മാറുന്നത് എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഞാൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവരെ വളരെയധികം ഷാഫിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമമാണ് മീഡിയ വൺ എന്ന് പറയുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടേതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അവരിപ്പോൾ ഷാഫിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഷാഫി അത്ര സ്വീകാര്യനല്ലാതായിരിക്കുന്നു, ഷാഫി അണികൾ കൈവിടുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിന് തൊട്ട് മുമ്പ് ഷാഫിയെ അവർ അനുകൂലിച്ചിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഞാൻ പറയാം. അതെല്ലാം പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണം, മീഡിയ വണ്ണിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. നമ്മുടെ ചാനലിലെ സത്യസന്ധമായ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. ആ മെമ്പർഷിപ്പിൻ്റെ ലെവൽ 1 എന്ന് പറയുന്നത് 179 രൂപയാണ്, ലെവൽ 2 എന്ന് പറയുന്നത് 359 രൂപയാണ്, ലെവൽ 3 എന്ന് പറയുന്നത് 799 രൂപയാണ്. പിന്നെ അതിന് മുകളിലേക്കുള്ള പണമാണ് അടക്കേണ്ടത്. അപ്പോൾ അത് അടച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. കാരണം അത് ചെയ്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ആകെയുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് ചില വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. കൂടാതെ നമ്മളുടെ ഒരു ചാനലിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഇനി ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഷാഫി പറമ്പിൽ ഏറ്റവും ആദ്യം പാലക്കാടുള്ള ഒരു MLA മാത്രം നിന്നൊരാളാണ്. പിന്നീട് അദ്ദേഹം മലബാറിലേക്ക് മത്സരിക്കാൻ പോവുകയും വടകരയിൽ ചെന്ന് മത്സരിക്കാനൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹം കേരളം മുഴുവൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളായി തീരുകയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു റീച്ച് കിട്ടുകയും ഒക്കെ ചെയ്തു. ആ റീച്ച് കിട്ടുന്നതിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് മീഡിയ വൺ ആണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ 80ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ, അതും ചില പ്രത്യേകമായി തിരഞ്ഞെടുത്ത നിയമസഭാ മണ്ഡലങ്ങളാണ്, അത് കൊല്ലം മുതൽ തിരുവനന്തപുരം മുതലുള്ള നിരവധി നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ മാത്രം ഇദ്ദേഹം ചെല്ലുകയും അവിടെയൊക്കെ തന്നെ വലിയ ആളെക്കൂട്ടുന്ന ഒരാളായി ഇദ്ദേഹം മാറുകയും വലിയ തോതിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം വലിയ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ VD സതീശൻ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണെന്നാണ് ഈ പറയുന്ന മീഡിയ വണ്ണൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഷാഫി വേട്ടയുടെ രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇത് ഒരു മാസം മുമ്പുള്ള വീഡിയോകളാണ് ഞാൻ പറയുന്നത്. ഷാഫി വേട്ടയുടെ രാഷ്ട്രീയം ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ചർച്ചയാണ്. അതിന് കുറേ നാൾ മുമ്പ് ഷാഫിയെ സ്റ്റാറാക്കുന്ന CPM എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിക്കെതിരെ അവിടെ പേരാമ്പ്രയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നുണ്ട്. അതുപോലെ പിന്നെയും ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേറൊരു വീഡിയോ ഇവരിടുന്നുണ്ട്. പിന്നെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് അത് നേരത്തെയാണ്, ഷാഫിക്കെതിരെ പടയൊരുക്കമോ എന്ന് ചോദിച്ചുകൊണ്ട്
അത് അന്ന് രാജീവ് ശങ്കറിനും സ്മൃതി പരുത്തിക്കാടും ഒക്കെ അവിടെ ഉണ്ടായപ്പോഴേക്കും അജിംസും രാജീവ് ശങ്കറിനും അതുപോലെ തന്നെ സ്മൃതിയും ഒക്കെ ഇരുന്ന് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പുള്ള ഒരു ചർച്ച അതിനകത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ ഷാഫിയോട് മുട്ടുന്ന CPM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എന്ന് പറഞ്ഞാൽ ആ പരിപാടികൾക്കെല്ലാം തന്നെ വലിയ തോതിൽ ഷാഫിക്ക് ഒരു ഹൈപ്പാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് CPM എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഷാഫിയാണ്, ഷാഫിയോട് മുട്ടുന്നതാണ്, പിന്നെയും ഷാഫിക്കെതിരെ പടയൊരുക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് പൊടുന്നതിന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പുതിയ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഷാഫിഖ് പറമ്പിലിന് നഷ്ടമാകുന്ന അണികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഷാഫിഖ് പറമ്പിലിന് നഷ്ടമാകുന്ന അണികൾ എന്നുള്ളതാണ് ഒരു വീഡിയോ. ഷാഫിയെ കൈവിടുന്ന അണികൾ എന്നുള്ളതാണ് ഒരു വീഡിയോ. മറ്റൊരു വീഡിയോ ചോദ്യമുനയിൽ ഷാഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ വീഡിയോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഷാഫിക്ക് ഒരു പിന്തുണയില്ല, പകരം ഷാഫി ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അതിനെതിരെ വ്യാപകമായിട്ടുള്ള എതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുന്നത്, അണികളുടെ വികാരം ഒരു പൊതുവികാരമായി മാറുന്നു. അത് UDFനെ പിന്തുണക്കുന്ന മനുഷ്യരുടെ വികാരമാണ്. അതെല്ലാം തന്നെ KCക്ക് എതിരായിട്ടുള്ള വികാരമാണ്. അത് KCക്ക് അനുകൂലമായി നിന്നുള്ള MLAമാർക്കെതിരായിട്ടുള്ള വികാരമാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വികാരം നേരിടേണ്ടി വരുന്ന ഒരാൾ ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രമോദ് രാമനൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഷാഫിക്കെതിരെ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. കള്ളക്കളി നിർത്തൂ, ഗ്രൂപ്പ് കളിയിലെ വില്ലൻ, വീഡിയോ ചതിച്ചാൽ നാട്ടിലിറങ്ങില്ല എന്നൊക്കെ പറയുന്ന പോസ്റ്ററുകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോൾ ചിരി വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയാണ് വലിയൊരു സൈബർ വിങ്ങിനെ അവർ ഹാൻഡിൽ ചെയ്തിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സൈബർ വിങ്ങിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരെയും നിഗ്രഹിക്കാനും ആരെയും വളർത്താനും ഒക്കെയുള്ള കൊട്ടേഷൻ എടുക്കാൻ കഴിയുന്ന വളരെ പ്രബലമായിട്ടുള്ള ഒരു വിങ്ങായിരുന്നു അത് എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കഴിഞ്ഞവണ പറഞ്ഞതുപോലെ 100 കണക്കിന് ഫേക്ക് ഐഡിയും കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യാനുമുണ്ടെങ്കിൽ ഇതൊക്കെ ആർക്കും ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഇവരിൽ നിന്നായിരിക്കും ഒരുപക്ഷെ VD സതീശനൊക്കെ തന്നെ കൃത്യമായി പഠിക്കുകയും ഇപ്പോൾ VD സതീശനൊക്കെ ഷാഫിയേക്കാൾ ഗംഭീരമായി അത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ചില ടീമുകളെയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരുപാട് വലിയ ടീമുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ പണ്ട് ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യം തന്നെ ഇപ്പോൾ അവർക്കെതിരെ ആഞ്ഞു കൊത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ നമുക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്നതും മുസ്ലിം ലീഗ് എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ കൃത്യമായി സതീശൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. അവരെ സംബന്ധിച്ചോളം സതീശനെ മുഖ്യമന്ത്രി ആക്കിയാൽ മാത്രമേ അവർക്ക് അവരുടെ പരിപാടികളൊക്കെ യഥേഷ്ടം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുന്ന ആരാണെങ്കിലും അവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഐക്കണുകളാണ് ഷാഫിയൊക്കെ. പക്ഷേ ആ ഷാഫി പറമ്പിലിനൊക്കെ തന്നെ അവർ വെട്ടാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലിന് വലിയ തോതിൽ അണികൾ നഷ്ടമാകുന്നു. യാതൊരുവിധ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റീച്ചില്ലാത്ത ഒരാളാണ്. കൂടാതെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സാധാരണ പോസ്റ്റുകൾ ഇട്ടാൽ പോലും വളരെ മോശപ്പെട്ട കമൻറ്റുകളാണ് കിട്ടുന്നത് എന്നുള്ള നിലക്കും ഷാഫി പറമ്പിൽ ഇതേവരെ നേരിടാത്ത വിധത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എതിരായി കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള അവരോട് അനുകൂലിച്ച് നിൽക്കുന്ന ആളുകളെ അവർ സ്റ്റാർ ആക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വധിക്കും, അവരുടെ ഇമേജ് എന്ത് ചെയ്യും, തകർത്ത് കളയും എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ മീഡിയ വണ്ണൊക്കെ ഏറ്റെടുക്കുന്ന ഒരു തന്ത്രം, പ്രത്യേകിച്ച് ഷാഫിയുടെയൊക്കെ ഒരു വലിയ പെനട്രേറ്റ് ചെയ്യുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിനടക്കമുള്ള നിരവധി ചെറുപ്പക്കാരിലേക്കൊക്കെയാണ്. അപ്പോൾ അവരിൽ മീഡിയ വണ്ണിനും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ വോട്ടൊന്നും കിട്ടുന്നത് വളരെ കുറവാണ്, 1% വോട്ട് പോലും ഇല്ല. പക്ഷേ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. ആ സ്വാധീന വലയത്തിൽപ്പെട്ട് അവർ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് ഷാഫിയെ കൂടി നിഗ്രഹിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഷാഫി പറമ്പിൽ നാളെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ തോറ്റുപോകുമെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ 1.25 ലക്ഷത്തിന് വോട്ട് ജയിച്ചിട്ടുള്ള 10 ലക്ഷം പേരും ഷാഫിക്ക് എതിരായി എന്നുള്ള അർത്ഥമൊന്നും ഇതിന് നിങ്ങളാരും കൽപ്പിച്ചു കൊടുക്കണ്ട. ഇതൊരു 250, 500, 1000 IDs കൊണ്ടിട്ട് ഇത് നിർമ്മിക്കാൻ കഴിയാവുന്നൊരു കാര്യമാണ്. പ്ലസ് ഒരു ചാനലും കൂടി കയ്യിലുണ്ടെങ്കിൽ അത് അത്യാവശ്യം വിദഗ്ധമായി നുണ പറയാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ തന്നെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എന്താണെങ്കിലും ഷാഫിയെ ഈ പറയുന്ന പോലെ എന്താണ് നമ്മൾ മലയാളത്തിലൊക്കെ ഒരു ചൊല്ല് പറയുമല്ലോ, അതായത് പൂജിച്ചതും നീയെ ചാപ്പ, പിന്നെ ലാസ്റ്റ് എന്താണ് കൊന്നുകളഞ്ഞും നീയെ ചാപ്പ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഷാഫി പറമ്പിലിന് ഒരു ഐക്കണാക്കി ഉയർത്തിക്കാട്ടിയത് മീഡിയ വൺ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തമ്പുകളും തമ്മിലും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് മീഡിയകളെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങരുത് എന്നുള്ളതാണ്. മറുനാടൻ ഷാജൻ ഒരിക്കൽ നമ്മളോട് പറഞ്ഞു, പെങ്ങളൂട്ടി ആണെന്ന് പറഞ്ഞു. ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ പെങ്ങളൂട്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ MP ആയി മാറി. ആ MP ആയി മാറിയപ്പോൾ രമ്യ ഹരിദാസ് തനിക്ക് കിട്ടുന്ന പണം മുഴുവൻ ആളുകൾക്ക് കൊടുക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ പണം പോലും തികയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ആദ്യം രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് പെങ്ങളൂട്ടിയാണെന്നും ജയിക്കേണ്ട ഏറ്റവും വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് മറുനാടൻ ഷാജനൊക്കെ തന്നെ നിരവധി വീഡിയോകൾ നിരന്തരമായി ചെയ്തത് നമ്മുടെ കൺമുമ്പിലുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഷാജൻ തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇട്ടേച്ച ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് രമ്യ ഹരിദാസാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. രമ്യ ഹരിദാസ് ഇടക്ക് വെച്ചിട്ട് ചേലക്കരയിൽ മത്സരിക്കാൻ വേണ്ടി പോയപ്പോൾ ചേലക്കരയിലെ മത്സരത്തിൽ അവർ തോറ്റപ്പോൾ അത് മറുനാടൻ ഷാജനോടുള്ള അനുഭാവം കൊണ്ടും ആ അടുപ്പം കൊണ്ടും കൂടിയാണെന്ന് പറയുന്ന വലിയ പ്രചരണം മീഡിയ വണ്ണിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ കൊടുക്കുകയും അതിൽ വിശ്വസിച്ച് രമ്യ ഹരിദാസ് നൈസായിട്ട് മറുനാടൻ ഷാജനെ തള്ളിപ്പറയുകയും ചെയ്തു. തള്ളി പറഞ്ഞപ്പോൾ മറുനാടൻ ഷാജൻ വളരെ വികാരപരമായിട്ടുള്ള കുറിപ്പും അതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ ചകടയായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ലിസ്റ്റിൽ, അതായത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് ജയിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ രമ്യ ഹരിദാസ് ആദ്യത്തേതായിരുന്നെങ്കിൽ ഇത്തവണ നിയമസഭയിലേക്ക് വന്നപ്പോൾ തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിലേക്കായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തമാശയുള്ളത്, അന്ന് ഷാജൻ പറഞ്ഞപ്പോഴേക്കും ചേലക്കരയിലെ ആളുകൾ എന്ത് ചെയ്തില്ല, കേട്ടില്ല, പകരം അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ചേലക്കരയിൽ ഇതുപോലെ ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണ ഷാജൻ തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് ആളുകൾ ജയിപ്പിച്ചു എന്നുള്ളത് കൂടി വളരെ വിരോധാഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ വാർത്തകൾക്ക് പിന്നിൽ ഇവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങളുമുണ്ട്. അത് മീഡിയ വണ്ണാണെങ്കിലും മറ്റ് ചാനലുകൾക്കാണെങ്കിലും എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെയും വളരെ കൃത്യമായി നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചും വേണം വാർത്തകളെ മനസ്സിലേക്കെടുക്കാൻ.